പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. അതിപ്രകാരമാണ്: ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. അങ്ങനെയാണ് തിരുവചനം. ജോബിന് ഉണ്ടായിരുന്ന ഐശ്വര്യം ജോബിന് ദൈവം വീണ്ടും കൊടുക്കുകയാണ്. അത് ഇരട്ടിയാക്കി കൊടുക്കുകയാണ്. അതെപ്പോഴാണ്? ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. 42:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർ കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എല്ലാ മേഖലകളിലും, ഭൗതികമായ മേഖലകളിലും ആത്മീയമായ തലങ്ങളിലും ദൈവം ജോബിനെ അനുഗ്രഹിച്ചുയർത്തി ഐശ്വര്യം ഇരട്ടിയാക്കി കൊടുത്തത് എപ്പോഴാണ് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജോബിന്റെ ജീവിതത്തിൽ വലിയ ഒരു തകർച്ചയിലൂടെയും വേദനയിലൂടെയും കടന്നു പോകേണ്ടി വന്നു. അതിലെ ഏറ്റവും വലിയ വേദനയായിട്ട് ജോബിന് അനുഭവപ്പെട്ടത് ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അടുത്തെത്തിയ കൂട്ടുകാരിലൂടെ, സുഹൃത്തുക്കളിലൂടെ ജോബിനുണ്ടായ വേദനയായിരുന്നു. അവരുടെ വാക്കുകൾ, അവരുടെ മനോഭാവങ്ങൾ ഒക്കെ ജോബിനെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ ജോബ് എന്താ ചെയ്തത്? ജോബ് അവരോട് ഉള്ളിൽ വെറുപ്പോ വിദ്വേഷമോ വെച്ചുകൊണ്ടിരിക്കാതെ അവരെ പഴയതുപോലെ തന്നെ ഒരു സുഹൃത്തായി തന്നെ കണ്ട് സ്നേഹിച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം ജോബിന്റെ ഈ ഐശ്വര്യം തിരിച്ചു കൊടുക്കുന്നത്, അത് ഇരട്ടിയാക്കി കൊടുക്കുന്നത്, ജീവിതം ധന്യമാക്കി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൊതി, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ. ജീവിതം കുറച്ചും കൂടെ ധന്യമാകണം, ജീവിതം കുറച്ചും കൂടെ ഐശ്വര്യപൂർണ്ണമാകണം, ഉള്ളതെല്ലാം വർദ്ധിക്കണം, എല്ലാം അനുഗ്രഹപ്രദമായിട്ട് പോകണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് വയ്പ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഏതെങ്കിലും തരത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ചിലപ്പോൾ അത് ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, അയൽക്കാരാകാം, കൂടെ പ്രവർത്തിക്കുന്നവരാകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇതിന് സാധിക്കട്ടെ. ഈ വചനത്തിന്റെ അഭിഷേകം എന്നെയും നിങ്ങളെയും പൊതിഞ്ഞു പിടിക്കട്ടെ, ഐശ്വര്യമുള്ളവരാക്കി മാറ്റട്ടെ, കൃപയുള്ളവരാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.